ഗിവ് അവേ ഞാൻ കുറച്ച് ദിവസം മുന്നേ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടായിരുന്നു. എനിക്കൊരു ഗിവ് അവേ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. യൂട്യൂബ് മോണിറ്റൈസ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷത്തിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ള പ്ലാനിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. പക്ഷെ അതിൽ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല ഇതെങ്ങനെ തുടങ്ങണം എന്ന്. കാരണം എൻ്റെ ആദ്യത്തെ ഗിവ് അവേ ആണിത്. ആ പോസ്റ്റിൻ്റെ അടിയിൽ കുറേ കമൻറ്റ് വന്നായിരുന്നു. പോളറോയിഡ് ക്യാമറാസ് ആണ് മെയിനായിട്ട് വന്നത്. പിന്നെ മാക് ബുക്ക്, ഹെഡ്ഫോണ്, അങ്ങനത്തെ വലിയ വലിയ ഐറ്റംസും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചെറിയ ചെറിയ ഐറ്റംസ് പറഞ്ഞ ആൾക്കാരുണ്ട്. ബട്ട് മെയിൻലി വലിയ വലിയ ഐറ്റംസ് ആണ് ഞാൻ അതിൽ കണ്ടത്. പിന്നെ ആ ഒരു പോസ്റ്റ് ഇടണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ കുഴപ്പമില്ല, നെക്സ്റ്റ് ഒരു ഗിവ് അവേ വെക്കുമ്പോഴത്തേനും അതിലുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങാനുള്ള ഒരു ആവത് എനിക്ക് ആവട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് പറഞ്ഞവരുണ്ട് കേട്ടോ. ഇതൊരു ചെറിയ സ്റ്റാർട്ടിങ് പോയിന്റ് മാത്രമാണ്. മോണിറ്റൈസ് ആയി എന്ന് പറഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനലൊക്കെ കൊണ്ടുപോകുന്നവർക്ക് അറിയായിരിക്കും മോണിറ്റൈസ് ആയി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് പൈസ ഒന്നും കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടാവില്ല. എന്തായാലും ഒരു 10K 50K ഒക്കെ ആവുമ്പോൾ ഒരു ഗിവ് അവേ എന്തായാലും വെക്കും. ആ സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല നിങ്ങൾ അതിൽ പറഞ്ഞിട്ടുള്ള ചില സാധനങ്ങൾക്ക് എനിക്ക് കഴിയുന്നിടത്തോളം ഞാൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇപ്പോൾ ഞാൻ ഹെയർ ആക്സസറീസ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ചോദിച്ചായിരുന്നു. എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അത് പെട്ടെന്നൊന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചു. ഇനി അടുത്ത ഗിവ് അവേക്ക് ചെയ്യുമ്പോൾ ആലോചിച്ചിട്ടൊക്കെ എടുക്കാന്നുള്ളൊരു പ്ലാനാണ്. അപ്പോൾ ഹെയർ ആക്സസറീസ് ആകുമ്പോൾ വലിയ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ. അപ്പോൾ കുറച്ച് നല്ല ആയിട്ടുള്ള കുറച്ച് ഹെയർ ആക്സസറീസ് ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നൊന്നുമില്ല. 3 പേർക്കും സിമിലർ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കൊടുക്കുന്നത്. ചെറിയൊരു ഡിസൈനിലോ കളറിലോ വ്യത്യാസം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളൂ. ഇനി നിങ്ങൾ ചെയ്യേണ്ട റൂൾസ് എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ റൂളാണ്. എൻ്റെ സബ്സ്ക്രൈബർ ആയിരിക്കണം. പിന്നെ ഈ വീഡിയോ ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം. കമൻറ്റ് ചെയ്യുമ്പോൾ ഒറ്റ കമൻറ്റ് മാത്രമേ ഇടാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ് ഇടാം. പക്ഷേ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ ഈ ഒരു വീഡിയോക്ക് കമൻറ്റ് ഇടാൻ പറ്റുള്ളൂ. സോ സബ്സ്ക്രൈബർ ആവണം എന്ന് നിർബന്ധമാണ്. അപ്പോൾ അത്രയും റൂൾസ് ഉള്ളൂ, സിമ്പിൾ റൂൾസ് ആണ്. അപ്പോൾ August 20 ആകുമ്പോൾ നമ്മൾ നമ്മുടെ ഗിവ് അവേ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ബൈ.